അയ്യോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സം ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 ആൻഡ് n. ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് എക്സ്പ്ലനേഷൻ. അതായത് 1 to n വരെയുള്ള നമ്പേഴ്സിൻ്റെ 1 to n വരെ കുറേ നമ്പേഴ്സ് കാണില്ലേ, ആ നമ്പേഴ്സിൽ എത്ര പ്രൈം നമ്പർ ഉണ്ട്, എത്ര പ്രൈം നമ്പർ ഇല്ല. അതായത് n എന്ന് പറയുന്നത് 5 ആണെങ്കിൽ 5 വരെ 1 to n എന്ന് പറയുമ്പോൾ 1 2 2 3 4 5 5 വരെയുള്ളതിൽ എത്ര പ്രൈം നമ്പർ ഉണ്ട്. പ്രൈം എന്ന് പറയുമ്പോൾ 1 ഒരു പ്രൈമാണ്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. 1 നോട്ട് എ പ്രൈം, നോട്ട് എ കോമ്പോസിറ്റ്. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 5 8 9 10 അങ്ങനെ 10 ആയി. അടുത്ത എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 10 എടുക്കുകയാണെങ്കിൽ എന്താ, 1 to 10 വരെ എഴുതുന്നു, എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, ആ പ്രൈം നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് 17 കിട്ടുന്നു. അപ്പം ഇത് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാം, സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. എങ്ങനെയാ, അതായത് ഇപ്പം എൻ്റെ n എന്ന് പറയുന്നത് 5 ആണെങ്കിൽ ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് എടുക്കണം, അപ്പം ഒരു വൈറ്റ് സ്പേസ് കിട്ടുമല്ലോ. എൻ്റെ n എന്ന് പറയുന്നത് 5 ആണ്. എൻ്റെ n എന്ന് പറയുന്നത് 5 ആണ്. സോ എനിക്ക് 5 റിമൈൻഡർ ഓഫ് 1 നോക്കണം, 5 റിമൈൻഡർ ഓഫ് 2. അപ്പം ഇത് 0 ആണോ, ഇത് 0 ആണോ എന്നെല്ലാം നോക്കണം. 0 വരുന്നത് മൊത്തം എന്താണ്, പ്രൈം നമ്പറാണ്. 0 അല്ലാത്ത എല്ലാം വരുന്നത് കോമ്പോസിറ്റ്. അപ്പം പ്രൈം നമ്പറിന്റെ സമ്മ് കാണാനല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പം വരുന്ന പ്രൈം നമ്പേഴ്സ് 5 ഡിവൈഡഡ് ബൈ 2 എന്താ, അപ്പം 2 0. അപ്പം 2 എന്താ പ്രൈമാ. 5 ഡിവൈഡഡ് ബൈ 3 നോക്കും, 0 അല്ല, അപ്പം 3 പ്രൈമിനാ. 5 ഡിവൈഡ് ബൈ 4 നോക്കും, റിമൈൻഡർ 0 അല്ല, ഡിവൈഡ് ആവില്ല. അപ്പം അത്രയും നമ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും റിമൈൻഡർ 0 ഉണ്ടെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്, പ്രൈം നമ്പർ അല്ല. ഡിവൈഡ് 0 അല്ല എങ്കിൽ എന്താവും, നമുക്ക് ഡിവൈഡ് 0 അല്ല എങ്കിൽ അതൊരു പ്രൈം നമ്പറാണ്. അങ്ങനെയാണല്ലോ. പക്ഷെ അതിപ്പോൾ നോക്കിക്കേ, നമ്മൾക്ക് ഇപ്പോൾ 100 തന്നിരിക്കുന്നെങ്കിലോ, നമ്മൾ തന്നിരിക്കുന്ന 100 ഡിവൈഡഡ് ബൈ 1, 100 ഡിവൈഡഡ് ബൈ 2, 100 ഡിവൈഡഡ് ബൈ 3, അത് നോക്കൂ ഇല്ല. അതിന് പകരം വേറൊരു അൽഗോരിതമിക് മെത്തേഡ് അല്ലെങ്കിൽ ഒരു സിംപ്ലസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഉണ്ട്. ഇത് കുറച്ച് നല്ല വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, വളരെ നീറ്റ് ആൻഡ് ലവബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ എന്ത് മനോഹരം, ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല, പക്ഷെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കുമ്പോൾ യു വിൽ ബി ഇൻ ലവ് വിത്ത് ദിസ് കോൺസെപ്റ്റ്, ദിസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ ട്രൈ. അതായത് നമ്മളുടെ ആ ഒരു പ്രാക്ടീസ് എത്രമാത്രം ഈ ഒരു സിമ്പിൾ പ്രോബ്ലം എൻഹാൻസ് ചെയ്യുന്ന നിങ്ങൾക്ക് ആ ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്ലോയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും നമുക്ക്. അതായത് സ്റ്റാർട്ടിങ് തന്നെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ നമ്പേഴ്സ് 10 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം 1 2 3 4 5 6 7 8 9 10. ഞാൻ 20 എടുക്കാം കേട്ടോ. 12 13 14 15 16 17 18 19 20 എടുത്തു. എൻ്റെ n എന്ന് പറയുന്നത് 20. അപ്പം 20 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ടോ ആ പ്രൈം നമ്പറിൻ്റെ സമ്മാണ് കാണേണ്ടത്. നമുക്കറിയാം 1 നമ്മൾ ഇഗ്നോറൻ്റ് ആണ്, പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. 2 എടുത്തേ, 2 എന്താണ്, പ്രൈം നമ്പറാണ്, 2 പ്രൈം നമ്പറാണ്. ഓക്കെ, 4ഉം പ്രൈം നമ്പറാണ്, 6 പ്രൈം നമ്പറാണ്, 8 പ്രൈം നമ്പറാണ്, 10. അതായത് 2വിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന എല്ലാ ആളും എന്താ, പ്രൈം നമ്പറാണ്. അതുപോലെ ഞാൻ 3 എടുക്കുകയാണ്, 3 പ്രൈം നമ്പറാണ്, 6 പ്രൈം നമ്പറാണ്, 9 പ്രൈം നമ്പറാണ്, 12 പ്രൈം നമ്പറാണ്, 15 പ്രൈം നമ്പറാണ്, 18 പ്രൈം നമ്പർ. ഇനി അടുത്തത് 5 എടുക്കണം.
പ്രൈം നമ്പർ അല്ല, പ്രൈം നമ്പർ അല്ല. കാരണം 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 5 എന്ന് പറയുന്നത് എന്തല്ല, 3. ഓക്കെ, അത് 2. ഓക്കെ, 3. സോറി, റെഡ് വെച്ചിട്ടായിരുന്നല്ലേ നമ്മൾ എഴുതേണ്ടത്. 3 എടുക്കുകയാണെങ്കിൽ 3 എന്ന് പറയുന്നത് എന്താ, 1ഉം 2ഉം നോക്കുന്നില്ല. കാരണം 1 നൈദർ പ്രൈം നൈദർ കോമ്പോസിറ്റ്. 2 എന്ന് പറയുന്നത് എന്താണ്, 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. 3 അല്ല. 4 എന്ന് പറയുന്നതാണോ, അതെ, കാരണം 2ന്റെ ടേബിളിൽ വന്ന ആളാണ് 4. അപ്പോൾ 4 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. 4ന്റെ ടേബിളിൽ ബാക്കിയല്ല എഴുതി. 5 എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ആണ്, 1 കഴിഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ആളാ 5. പ്രൈം നമ്പറാണോ, അല്ല. പക്ഷെ 5ന്റെ ടേബിളെല്ലാം പ്രൈം നമ്പറാണ്. 7 പ്രൈം നമ്പറാണോ, അതെ. ഓക്കെ, സോറി, 7 പ്രൈം നമ്പർ ആണ്. പക്ഷെ 7ന്റെ ടേബിളിൽ വരുന്ന ബാക്കിയെല്ലാം എന്താ, പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പർ. അപ്പം ഇവിടെ ആരൊക്കെ ബാലൻസ് വന്നത്, 3, 4. കാരണം 2ന്റെ ടേബിളിൽ 4 ഉണ്ടല്ലോ, 4 പ്രൈം നമ്പറാ. അപ്പം 3 വന്നു, 5 വന്നു, 3 വന്നു, 5 വന്നു, 7 വന്നു, 11 വന്നു, 13 വന്നു, 17 വന്നു, 19 വന്നു. അപ്പം എങ്ങനെയാ വന്നത്, ആദ്യം നമ്മൾ 20 വരെയാണെങ്കിൽ 20 വരെയുള്ള നമ്പർ എടുത്തു. 1ഉം 2ഉം ഇഗ്നോർ ചെയ്യാം, കാരണം 1 എന്ന് പറയുന്നത് നൈദർ പ്രൈം നൈദർ കോമ്പോസിറ്റ്. 2 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. നമുക്ക് ആരുടെ സമ്മ കണ്ടത്, പ്രൈം നമ്പേഴ്സ്. അപ്പം 2 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്, നമുക്കത് അറിയാം. ഓക്കെ, 3 എടുക്കുന്നു, ആദ്യത്തെ നമ്പർ വരുന്നില്ല, പക്ഷെ അതിൻ്റെ മൾട്ടിപ്ലിക്കൻസ് എല്ലാം കോമ്പോസിറ്റ് ആയിട്ട് പോയി. 4 എടുക്കുന്നു, 2 എടുത്തപ്പോൾ തന്നെ 4 പോയി, കാരണം 2 ആദ്യത്തെ നമ്പർ എടുക്കില്ല, അതിൻ്റെ മൾട്ടിപ്ലൈൻസ് എല്ലാം കോമ്പോസിറ്റ് ആയി പോകും. ആദ്യത്തെ നമ്പർ എടുക്കില്ല, മൾട്ടിപ്ലൈസ് കോമ്പോസിറ്റ് ആയി പോകും. 2ൻ്റെ ആദ്യത്തെ നമ്പർ എടുക്കില്ല, മൾട്ടിപ്ലൈസ് എല്ലാം കോമ്പോസിറ്റ് ആവും. ആദ്യത്തെ നമ്പർ എടുക്കില്ല, മൾട്ടിപ്ലൈസ്, ആദ്യത്തെ നമ്പർ എടുക്കില്ല, അങ്ങനെ. അപ്പം എന്താ യഥാർത്ഥത്തിൽ നടന്നിവിടെ, എന്താ ഇവിടെ നടന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ലൂപ്പ് റൺ ചെയ്യിപ്പിച്ചു. അതായത് അതായത് എനിക്ക് എവിടെ തൊട്ട് റൺ ചെയ്യിപ്പിച്ചാൽ മതി, 2 തൊട്ട് മതി അല്ലേ, 2 തൊട്ട് മതി, കാരണം 1 നൈദർ പ്രൈം നൈദർ കോമ്പോസിറ്റ്. ഇനി 4, എനിക്ക് 4 m in range. എങ്ങനെ ഈ മൾട്ടിപ്ലിക്കൻസ് വരുന്നത്, എങ്ങനെയാ, മൾട്ടിപ്ലിക്കൻസ് വരുന്നത് എങ്ങനെയാ, 2 ആണെങ്കിൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാ വരുന്നത്, പറഞ്ഞേ. 4 തൊട്ടല്ലേ, കാരണം 2 നമ്മൾ എടുക്കില്ല. 4 തൊട്ട് നമുക്കിപ്പം n 20 20 വരെ നോക്കി. പിന്നെന്താ സ്റ്റെപ്പ് എങ്ങനെയാ വരുന്നത്, എത്ര സ്റ്റെപ്പ് വെച്ചിട്ടാ, നമ്മുടെ 2 വെച്ചിട്ട്. അപ്പം ഞാൻ ഈ 2ന് p എന്ന് കൊടുക്കാണ്. അപ്പോൾ 4ന് നമുക്ക് എന്ത് കൊടുക്കാം, p × p. അപ്പം എങ്ങനെയാ എൻ്റെ ലൂപ്പ് പോകുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ലൂപ്പ് മിൻ റേഞ്ച് 4 തൊട്ട് തുടങ്ങുന്നു പ്ലസ്. ഇനി അപ്പം എനിക്ക് ഈ ലൂപ്പ് നോക്കാം. ഈ ലൂപ്പിൽ വരുന്ന ആൾക്കാരെല്ലാം എന്താണ്, പ്രൈം ആണോ, അല്ല. അപ്പം ഇവരെല്ലാം എന്താ, ഇവരെല്ലാം ഈസ് പ്രൈം ഓഫ്, വെറുതെ ഈസ് പ്രൈം ഓഫ് എന്നല്ല, ഈസ് പ്രൈം. ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ഈസ് പ്രൈം എന്ന് പറഞ്ഞൊരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത്
ഈസ് പ്രൈം എന്ന് പറഞ്ഞാൽ അരേ. ഇതിലാണ് എൻ്റെ പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സും എല്ലാ നമ്പേഴ്സും 1 2 3 4 അങ്ങനെ n വരെ 1 2 3 4. ഇപ്പം ഞാൻ എന്താ m ഇൻ റേഞ്ച് p ഉണ്ട്. ഈ m എന്ന് പറയുന്നത് ഈസ് പ്രൈം ഓഫ് 1 ആണ് നോക്കുന്നതെങ്കിൽ 1 ആണോ നോക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ 2 അല്ല എടുത്തത്, അപ്പം 2. അപ്പം ഈസ് പ്രൈം ഓഫ് 2 എന്ന് പറയുമ്പോൾ m എന്നല്ലേ 2. ഈസ് പ്രൈം ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ്. കാരണം അത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ട്. ഇനി ഈ ലൂപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് മുന്നേ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനെ എല്ലാത്തിനെയും എന്താക്കി കാണാണ്, ഓൾറെഡി ഞാൻ എല്ലാം പ്രൈം നമ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പം ഈസ് പ്രൈം ട്രൂ ആണ്. ട്രൂ എത്ര വരെ? n വരെ. ഈസ് പ്രൈം എന്താണെങ്കിൽ ഈസ് പ്രൈം 2 ആണ്. എവിടെ? എൻ്റെ n വരെ. ഈസ് പ്രൈം 2 ആണ് ഞങ്ങൾ. പക്ഷെ എനിക്കറിയാം നമ്മൾ എടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താ സീറോത്ത് പൊസിഷനും 1th പൊസിഷനും, അതായത് 1ഉം 2ഉം എന്ത് തന്നെയാണ്? പ്രൈം. ഈസ് പ്രൈം ഓഫ് 0 എന്ന് പറയുന്നതും ഈസ് പ്രൈം ഓഫ് 1 എന്ന് പറയുന്നതും എന്താണ്? പ്രൈം അല്ല എന്ന് നമുക്കറിയാം. ഞാൻ ഈസ് പ്രൈം ആദ്യം എല്ലാം ട്രൂ ആക്കി എടുത്തു. നമുക്കറിയാം ഈ ഇതില് 1ഉം പിന്നെ 2ആ വരുന്നത്, അത് രണ്ടും എന്തല്ല? പ്രൈം. അതായത് 1 ഈസ് പ്രൈം ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഈസ് പ്രൈം ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് 0യിൽ തൊട്ടാണ് തുടങ്ങുന്നത്. നമ്മളൊരു ഇൻഡെക്സ് കൊടുക്കുമ്പം ഇത് 0th പൊസിഷൻ, അപ്പം 10 ആകുമ്പം 0 to 10 ആവും. 0ഉം 1ഉം എന്തല്ല? പ്രൈം അല്ല. പിന്നെ അപ്പം അത് രണ്ടും നമ്മൾ ഇട്ടത്. ഇനി ഞാൻ p എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് കൊടുക്കുക. അതായത് 0ഉം 1ഉം കഴിഞ്ഞു, 1ഉം കഴിഞ്ഞു. ഇനി സെക്കൻഡ് പൊസിഷൻ 0 എന്ന് പറഞ്ഞാൽ 0, 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുമ്പോഴേ 2 തുടങ്ങും. അപ്പം ഞാൻ 2ൽ തുടങ്ങുകയാണ്. ഫോർ m ഇൻ റേഞ്ച്. ഈ m ഇൻ റേഞ്ച് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആള്. റേഞ്ച് p ഇൻറ്റു p എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് തുടങ്ങേണ്ടത്? 4 തൊട്ട് അടുത്ത് തീരുന്നത് വരെ ഇൻറ്റു ചെയ്യുന്നു. അതിൽ ഓരോ ആളും ഇവിടെ 4 2 വെച്ചായതുകൊണ്ട് 4 6 8 അങ്ങനെ പോകും. മനസ്സിലായില്ലേ? എന്നിട്ട് ഇപ്പം ഞാൻ 2 ആണ് നോക്കിയത്. എന്നിട്ട് എൻ്റെ ലൂപ്പിൽ അടുത്ത ആള് വരും. അടുത്ത p എന്താകും? p = p+1 അടുത്ത ആളിലേക്ക് കൂടും. ഇതിന് പകരം ഇനി ഇത് എവിടം വരെ ഈ ലൂപ്പ് ഓടും? അതായത് എനിക്ക് 10 വരെ, അതായത് 10 വരെയാണ് എൻ്റെ നമ്പർ. ഈ ലൂപ്പ് അതായത് 2 4 6 2 3 6 9 അതെല്ലാം എവിടം വരെ നോക്കും? p എപ്പോഴും കൂടുമല്ലേ? p എന്ന് പറഞ്ഞാൽ കൂടല്ലേ. അതായത് p-ന്റെ സ്ക്വയർ. p എന്ന് പറഞ്ഞാൽ 20 വരെ നോക്കുന്നതെങ്കിൽ 20 വരെ വരും. നമുക്ക് 20 വരെ നോക്കിയാൽ മതിയല്ലോ. ഇൻറ്റു ചെയ്ത് എവിടം വരെ നോക്കിയാൽ മതി? p ഇൻറ്റു p ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു n. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് 20 വരെയാണ് എൻ്റെ n. അപ്പോൾ എനിക്കൊരു 10 വരെ നോക്കിയാൽ മതി. കാരണം 10 ഇൻറ്റു 2 വരും. അതിൽ തന്നെ 2ഉം 10ഉം. ഞാൻ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നില്ല. അതായത് 20 വരെ ഉണ്ടെങ്കിൽ 10 വരെ നോക്കിയാൽ മതി എന്നർത്ഥം. അതായത് 10 എന്നല്ല, സ്ക്വയർ റൂട്ട് വരെ നോക്കിയാൽ മതി. കാരണം 2 ഇൻറ്റു 10 20 വരും. 2 നമ്മൾ ആദ്യം കാണുന്നുണ്ട്, 10ഉം ആദ്യം കാണുന്നുണ്ട്. പിന്നെ 10 വരെ പോകണം 10 ഇൻറ്റു 2 കാണാൻ വേണ്ടി. വേണ്ട. എന്നിട്ട് ഇതുവരെ റൺ ചെയ്യുന്നു. ആദ്യത്തെ ആളെന്ന് പറയുന്നത് 4 പോകുന്നു. ഈസ് പ്രൈം ആണോ ഫോൾസ് എന്ന് കൊടുക്കുന്നു, കൂട്ടുന്നു. ഇനി നമുക്ക് റിട്ടേൺ എന്താണ് വേണ്ടത്? റിട്ടേൺ ചെയ്യേണ്ടത് സം ഓഫ്
I for I in range, sum of I in range 2 അതുപോലെ n+1 കാരണം ഇവിടെ എന്നോട് മനസ്സിലായില്ലേ? റിട്ടേൺ സം ഓഫ് ഈസ് പ്രൈം ഓഫ് പി. ഓക്കെ സോറി, ഇവിടെ ഞാനൊരു ഇഫ് ലൂപ്പ്, അതായത് ഇഫ് എൻ്റെ ഈസ് പ്രൈം ഓഫ്, അതായത് ഞാൻ രണ്ടാണ് എടുക്കുന്നെങ്കിൽ രണ്ടും നോക്കേണ്ടത് എനിക്ക് തോന്നുന്നു കുറച്ച് സിൻടാക്സ് എറേഴ്സ് ആണ്. ഓക്കെ, ഇതാണ് കേട്ടോ കറക്റ്റ് സിൻടാക്സ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. നമ്മളൊരു എങ്ങനെ റിസോൾവ് ചെയ്ത് ഒരു അര എടുക്കുന്നുണ്ട്, അരയിൽ എല്ലാത്തിനെയും ട്രൂ ആക്കി ആദ്യം, എന്നിട്ട് ഫസ്റ്റ് രണ്ടും ഫോൾസ് ആക്കി 2 മുതൽ നോക്കുന്നു. അതിൻ്റെ ടേബിൾ 2, 4, 6, 8 എല്ലാം എന്താ പ്രൈം അല്ല, 3 എടുക്കുന്നു പ്രൈം അല്ല. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈസ് പ്രൈം ആയിട്ടുള്ള എല്ലാവരും ഓക്കെ